സ്ഥൂല ശരീരം എന്നാണ് പറയുന്നത്. ശരീരം 3 ശരീരങ്ങളുണ്ട്. ഇപ്പോൾ മോഡേൺ സയൻസും പറയുന്നുണ്ട് എനർജി കണ്ടൻസേഷൻ ഫോം ഓഫ് എനർജിയാണ് മാറ്റർ എന്ന് പറയുന്നുണ്ട് മോഡേൺ സയൻസ്. അപ്പം ഘനീഭവിച്ച ഊർജ്ജമാണ് നമ്മുടെ ശരീരം. അപ്പോൾ നമ്മൾ യോഗശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ 5 ഷീത്ത് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയും. ആദിശക്തി തന്നെയാണ് ഈ റേക്കി എന്ന് പറയുന്നതിനെ മനസ്സിലാക്കേണ്ടത്. പ്രവർത്തനം നിന്നിട്ടില്ലാണ്. ഇതിൻ്റെ പ്രസവം നടന്നുകൊണ്ടിരിക്കുക. പ്രതിപ്രസവമാണ് നമ്മൾ ഈ ശരീരത്തിൻ്റെ 7 ലെയറിൻ്റെ ഔട്ടർ ലെയർ കാരണ ശരീരം കൂടിയതാണ് എന്ത് ഒരു മനുഷ്യനൊരു 3-3.5 അടി ശരീരത്തിൽ നിന്നും പുറത്തേക്ക് നിൽക്കുന്ന ഊർജ്ജ ശരീരമാണ് ഓറ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ശരീരത്തിലല്ല രോഗമുണ്ടാകുന്നത്, ഓറയിലാണ്. കാര്യകാരണ സംബന്ധവാദം എന്ന് പറയും. ചെറുപ്പം തൊട്ടേ ഇത്തരം കാര്യങ്ങളൊക്കെ അഭ്യസിക്കുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത്. ചെറുപ്പം മുതൽ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഈ കാണുന്ന ഈ ദേവത അതിനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിലും നമ്മൾ ഇതൊക്കെ മിററിൽ നോക്കില്ലേ, കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് ചെറുപ്പത്തിലുണ്ടായിട്ടുള്ളൊരു അനുഭവമാണ്. ഇത് ഞാൻ തന്നെ, ഇതാണോ ഞാൻ എന്നുള്ള തോന്നൽ ചെറുപ്പത്തിൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അമ്മയോടൊന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും അമ്മയ്ക്കും അത്ര ആത്മജ്ഞാനം എന്ന് പറയുന്ന ബോധത്തിലൊന്നും അല്ലെങ്കിലും അവർക്കും നല്ല ഈശ്വര വിശ്വാസമൊക്കെ ഉള്ളവരാണ്. അപ്പം അമ്മ പറയും അത് ഞാൻ ആരാണെന്നുള്ളൊരു തോന്നലിലേക്കുള്ളതാവാം, എനിക്ക് ചിലപ്പോൾ അങ്ങനത്തെ ബോധമൊക്കെ ഉണ്ടാവാം. ചെറുപ്പം തൊട്ടേ അങ്ങനെ ഗുരുക്കന്മാരുടെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടമുണ്ട്. അപ്പോൾ അതിനോടൊക്കെ അവർ പറയുന്ന തത്വം ചിലപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് പിടിച്ചെടുക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ 3 വയസ്സ് തൊട്ട് യോഗം പഠിച്ചിട്ടുണ്ട് ഞാൻ. 3 നാഷണൽ ലെവൽ കോമ്പറ്റീഷനൊക്കെ അക്കാലത്ത് പോയിട്ടുണ്ട്. യോഗ ടീച്ചറായിരുന്നു. പിന്നെ വിഷമമായിട്ടുള്ള ആസനങ്ങളൊക്കെ ഒത്തിരി പരിശീലനമൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കതിലൊരു ഈ എന്താ പറയുക കഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ വിഷമം തോന്നുന്ന ഫ്ലെക്സിബിലിറ്റി കാണിക്കുന്ന രീതിയിലൊക്കെയാണ് ഒരു സമയത്ത് ജിംനാസ്റ്റിക്സും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ അൾട്ടിമേറ്റ് അതിലെത്തുമ്പോൾ എനിക്ക് ആ ശരീരത്തിലെ ഒരു സുഖം മാത്രമേ എനിക്ക് ഫീൽ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് എന്നെ പഠിപ്പിച്ച ഗുരുനാഥനോട് ചോദിക്കുമ്പോൾ അതൊക്കെ നിനക്ക് മനസ്സിലാവും. പിന്നെ ഒരു പ്രാവശ്യം അദ്ദേഹം വേറൊരാൾ സംസാരിക്കുന്ന സമയത്ത് കേട്ടു ഇവൾക്ക് സമാധി ബോധം മനസ്സിലാവുന്ന ഒരാളാണെന്ന്. വളരെ ചെറുപ്പത്തിലാണ്, ഞാനൊരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം. പിന്നെ ഈ വഴിയിലൂടെയൊക്കെ വന്നു. എന്താ പറയുക, അതിനിടയിൽ കുടുംബത്തിൽ എനിക്ക് ഞാൻ ആർക്കിടെക്റ്റ് ആയിരുന്നു ബേസിക്കലി. അത് പഠിച്ച് വന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒന്നിച്ച് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെയാണ് ഞാൻ റേക്കിയെ പരിചയപ്പെടുന്നത്. റേക്കിയെ പരിചയപ്പെട്ടു. ഇദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹം അപ്പോൾ എന്നെ കണ്ടപ്പോൾ, അപ്പോൾ ഞാൻ അമൃതാനന്ദമയി മിഷനിൽ ഒരു സമയത്ത് പോയിട്ടുണ്ട്, അമ്മയെ കണ്ടിട്ടുണ്ട്, അമ്മയായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹം കണ്ട വശം തന്നെ എന്നോട് എൻ്റെ കാര്യങ്ങളൊക്കെ ഒരു റേക്കി ക്ലാസ്സിൽ വെച്ച് നമ്മൾ പരിചയപ്പെടുന്നത്, എൻ്റെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം സംസാരിച്ചു. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം ഒരു സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്കൊരു ദീക്ഷ തരാം, ഒരു സമ്പ്രദായം നിനക്ക് തന്നെ ഇതുകളുണ്ട്. അങ്ങനെ ആ ദീക്ഷാ സമ്പ്രദായം, അതിനൊപ്പം തന്നെ അമ്മയ്ക്ക് ഉള്ള ചികിത്സ റേക്കിയിലൂടെ കാര്യങ്ങൾ. അപ്പോൾ 5 വർഷം മരുന്നില്ലാതെ ഒരു മെഡിസിനും ഇല്ലാതെ, ഈവൻ അന്ന് അമൃതയിൽ കൊണ്ടുവന്ന് അവർ കിഡ്നി മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ റയറാണ്. 20 വർഷം മുമ്പിലത്തെ 25 വർഷം മുമ്പിലത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. സാമ്പത്തികമാണെന്നല്ല, കിഡ്നി കിട്ടില്ല, ഞങ്ങളുടെ ആരുടെയും ബ്ലഡ് ഗ്രൂപ്പ് അല്ല അന്ന് അമ്മയുടെ. അപ്പം അതൊക്കെ അമ്മ തന്നെയാണ് എൻ്റെ ആദ്യത്തെ ഒരു ഗുരു സങ്കല്പം എന്ന് പറയാവുന്ന ഒരു മാതൃസങ്കല്പം. അപ്പം അതിന്ന് അസുഖം മാറ്റുന്ന, അതായത് മാറിയോന്ന് വെച്ചാൽ മുഴുവൻ മാറി എന്നുള്ള രീതിയിലല്ല, പക്ഷേ അസുഖത്തിൻ്റെ വൈഷമ്യങ്ങളൊന്നും അമ്മയ്ക്ക് ഇല്ല. നന്നായി മൂത്രം പോകുന്നു, ശരീരത്തിൽ നീരില്ല. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഇത് അത്ഭുതമാണ്, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് തന്നെ ചെയ്തു പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ റേക്കിയിലൂടെ അങ്ങനെ റേക്കിയെ മനസ്സിലാക്കി. അതിന് ഇദ്ദേഹം ഈ പരമ്പരയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പല വിവാഹങ്ങളും കാര്യങ്ങളും വന്നപ്പോഴും ഞാനന്ന് ചോദിച്ചിരുന്ന അമൃതാനന്ദമയി അമ്മ അവരതൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞു. അതൊന്നും വേണ്ട, നിനക്ക് പറ്റുന്നൊരു കാര്യം വരും എന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ, എൻ്റെ വൈഷ്ണവ ഗുരു എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണനായ ഗുരുവാണ്. ഇപ്പോഴും ശിഷ്യന്മാരും ശിഷ്യകളൊക്കെ ഉണ്ട്. എന്തും അദ്ദേഹത്തോട് തുറന്നു പറയാം, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ വയസ്സ് വ്യത്യാസം ഉണ്ടെങ്കിലും അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, തനിക്ക് ഈ വഴി കൂടെ എൻ്റെ കൂടെ പോകുന്നൂടെ. അപ്പോൾ ആ ചോദ്യം നമ്മളൊരു ഗുരുനാഥനാണ് കേൾക്കുന്നത്, ഗുരുവായി അംഗീകരിച്ചിട്ടുള്ള സമയം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരാളോട് എനിക്ക് ചോദിക്കാനുണ്ട്, അവരും സമ്മതിച്ചാൽ ബാക്കി എനിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഊർജം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹീലിംഗ് പ്രോസസ്സിൽ, ഇപ്പോൾ സാധാരണ റേക്കി മാസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന പ്രോസസ്സൊന്നുമല്ല അദ്ദേഹം ഹീലിംഗ് രീതികളിൽ ഉപയോഗിക്കുക. കടുത്ത രോഗങ്ങളുള്ളവരുടെ മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളൊരു അനുഭവം, അതിനുള്ള ഒരു രീതികളും. അപ്പോൾ ആ രീതികളിൽ വെച്ച് അമ്മയിലുള്ള വ്യത്യാസങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്.
പിന്നെ ഈ പരമ്പരയിലുള്ള അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, ബോധം, നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് നമുക്ക് തരുന്ന മറുപടികൾ, അതുപോലെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്ന പല വ്യക്തിത്വങ്ങളും. അപ്പോൾ അത് കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്കും ചെറുപ്പം മുതലേ ഇത്തരം ഒരു ഫീൽഡ്, അത് ഭൗതിക ജീവിതം കളഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ഭൗതികം സുഖമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിൽ പൂർണ്ണമായ ആധ്യാത്മിക തലത്തിൽ നിലനിന്നുകൊണ്ടാണ് ഞാൻ ഭൗതികത്തെ സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നി. അങ്ങനെ ഈ വഴിയിലൂടെ അദ്ദേഹത്തിൻ്റെ ഞാൻ പൂർണ്ണ ദീക്ഷ സമ്പ്രദായം, അമൃതാനന്ദമയ അമ്മയും ആ തത്വത്തിൽ അത് മതി എന്ന് പറഞ്ഞൊരു വാക്കുണ്ടായി. പിന്നെ ഞങ്ങൾ വിവാഹം മുതൽ, പക്ഷേ ജീവിതത്തിൻ്റെ അത്ര സുഖത്തിലുള്ള യാത്രയൊന്നുമല്ലായിരുന്നു. കാരണം നമ്മളെ പാകപ്പെടുത്തുക എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. നമ്മളിപ്പോൾ ഒരു കൊശവൻ്റെ കയ്യിൽ മണ്ണ് കിട്ടിയാൽ അതൊരു മനോഹരമായിട്ടുള്ളൊരു പാത്രമാവണമെങ്കിൽ അതിൽ കുറേ ആ മണ്ണും അനുഭവിക്കണം, ആ വ്യക്തിയുമുണ്ട്. അപ്പോൾ ഒരു ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അതിനൊപ്പം തന്നെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നമ്മൾ ഏർപ്പെടുകയാണ്. അപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ വലിയൊരു ധർമ്മത്തിൻ്റെ ഭാഗമാണത്, ചെറുതൊന്നുമല്ല. കാരണം പക്ഷെ ഇന്നും പലരും അംഗീകരിക്കില്ല. അംഗീകരിച്ചത് ഭാരതീയ ശാസ്ത്രത്തിൽ അംഗീകരിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും അത് ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ അത്. പക്ഷേ ഇത് എന്താ പറയുക, പുറത്തേക്ക് ഈ ഗൃഹസ്ഥാശ്രമം ഞാൻ പറഞ്ഞില്ലേ, അതിന് നല്ല ക്ഷമതയും ശക്തിയും അതെന്താ പറയുക, ശരിയായ രീതിയിൽ നമുക്ക് പുറത്തേക്ക്. കാരണം ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ നന്നായി ജീവിക്കണം. പക്ഷെ വൈഷമ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ ഉപാസനയിലൂടെ ധർമ്മത്തിലൂടെ മുന്നേറുക എന്ന് പറയുമ്പോഴാണ് ഈ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൻ്റെ എന്താ പറയുക ചുവടിച്ചിരി പഴയ്ക്കുന്നത്. കാരണം ലോകത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്, അതിൻ്റെ ഒക്കെ നമ്മൾ അഭിനയിക്കണം നല്ല രീതിയിൽ. എന്നാൽ നമ്മൾ എന്താണെന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും കൈവിടാനും പറ്റില്ല. അപ്പോൾ ആ തരത്തിൽ ഇതിൻ്റെ മുന്നോട്ട് വന്ന് സന്താനങ്ങളുണ്ട് ഞങ്ങൾക്ക്, അവരവരുടെ വഴിയിൽ പഠിക്കുന്നു കാര്യങ്ങൾ. നമുക്ക് കുട്ടികളുടെ, നമ്മുടെ സന്താനത്തെ പോലെ തന്നെ നമുക്ക് ശിഷ്യന്മാരുണ്ട്. നമ്മളും ഗൃഹസ്ഥാശ്രമ ബന്ധത്തെയാണ് നമ്മൾ കൂടുതൽ ഇതാകുന്നത്. കാരണം ഭാര്യയും ഭർത്താവും സാധന വഴിയിൽ ഒന്നിച്ചു പോകണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളതും. അങ്ങനെ തന്നെയാണ് ഭാരതീയ പാരമ്പര്യം. അപ്പോൾ ശിവനും ശക്തിയും, ശക്തി ചില സമയങ്ങൾ ഗുരുവായിരുന്ന് ശിവനെ ഉപദേശിക്കുന്നുണ്ട്, ശിവൻ അതുപോലെ ശക്തിയെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ അവർ രണ്ടായിട്ടിരിക്കുന്നില്ല, അവർ ഒന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ശക്തി ഇരിക്കുന്ന പോലെ ഭാരതീയ ദർശനം അത് തന്നെയാണ്. അപ്പോൾ ഒരു ഗൃഹസ്ഥനായതുകൊണ്ട് താഴെ പോകുമെന്നും പറയാൻ പറ്റില്ല. ഗൃഹസ്ഥധർമ്മമാണ് ഏറ്റവും ഉയർന്ന ധർമ്മം. നല്ലൊരു ഗൃഹസ്ഥനിൽ നിന്നേ നല്ലൊരു സന്യാസി പോലും ഉണ്ടാവുള്ളൂ. കാരണം ധർമ്മത്തിലാണ് അനുഷ്ഠിച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ധർമ്മ അർത്ഥ കാമ മോക്ഷം ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അതൊരു ഗൃഹസ്ഥൻ കൂടുതൽ മനസ്സിലാക്കണം എന്നാണ്. മറ്റുള്ളവർ അറിഞ്ഞില്ല എന്ന് പറയില്ല, ഇതിലൂടെ തന്നെ അവർക്കും പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ഗൃഹസ്ഥനാകുമ്പോൾ അതിന് ഒത്തിരി കുറച്ചും കൂടെ മനസ്സിലാക്കേണ്ടത് ഒരു തലമുണ്ട്. അങ്ങനെ ഈ വഴിയിൽ വന്നു. റേക്കി മാസ്റ്റർ ഡിഗ്രി നമ്മളെടുത്തു, ഗ്രാൻഡ് മാസ്റ്ററായി. അതിനൊപ്പം തന്നെ എനിക്ക് ഈ ദീക്ഷാ പരമ്പരയിലൂടെ തന്നെ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ, അത് പലർക്കും കിട്ടാം. കഴിവെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓറിക് ഫീൽഡ് കാണാൻ പറ്റുന്ന ഒരു വഴിയുണ്ട്. ഇപ്പോൾ ഈ റേക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റേക്കി പ്രപഞ്ച പ്രാണൻ എന്നാ പറയുക, പ്രാപഞ്ചിക പ്രാണൻ. അത് തന്നെ നമ്മളിലിരിക്കുന്നത് അത് തന്നെയാണ് ആധ്യാത്മിക പ്രാണൻ എന്ന് പറയും. പക്ഷേ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, ഈശ്വരനും ജീവനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള പോലെ തന്നെ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കടലിൽ കിടക്കുന്ന ഒരു വെള്ളം, ആ വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്തു എന്ന് വെച്ചാൽ കടലിലെ പോലെ നുരയുമ്പോഴേയും ആ ഗ്ലാസ്സിലുണ്ടാവില്ല. കാരണം ഗ്ലാസ്സിനെ ഉപാധിയാക്കി ആ വെള്ളം നിൽക്കുക. അതുപോലെ നമ്മളിലുള്ള പ്രാണൻ ആധ്യാത്മിക പ്രാണൻ, മറ്റത് പ്രാപഞ്ചിക പ്രാണൻ. അപ്പോൾ ഈ ശരീരം നമ്മൾ പറയുന്ന, ഇപ്പോൾ നമുക്ക് സ്ഥൂല ശരീരം എന്നാണ് പറയുന്നത്. ശരീരം 3 ശരീരങ്ങളുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ ഈ ഓറയുടെ ഫീൽഡിലേക്ക് വരികയാണ്. അപ്പോൾ 3 ശരീരത്തിൽ ഇത് സ്ഥൂല ശരീരം എന്ന് പറയും. ഇപ്പോൾ മോഡേൺ സയൻസും പറയുന്നുണ്ട് എനർജി കണ്ടൻസേഷൻ ഫോം ഓഫ് എനർജിയാണ് മാറ്റർ എന്ന് പറയുന്നുണ്ട് മോഡേൺ സയൻസ്. അപ്പോൾ ഘനീഭവിച്ച ഊർജ്ജമാണ് നമ്മുടെ ശരീരം. ഇപ്പോൾ നമ്മൾ യോഗശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ 5 ഷീത്ത് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയും. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അന്നമയ കോശത്തെ നമുക്ക് സ്ഥൂല ശരീരം എന്ന് നമ്മൾ പറയും. പക്ഷേ ഈ സ്ഥൂല ശരീരം നിലനിർത്തുന്നത് സൂക്ഷ്മ ശരീരമാണ്. ആ സൂക്ഷ്മ ശരീരത്തിൽ അപ്പം ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന, നമ്മൾ സാമാന്യരെന്ന ശരീരത്തെ നിയന്ത്രിക്കുന്നത് പ്രാണനാണ്. നമ്മൾ കുറച്ചു നേരം വായു മൂക്കൊക്കെ പൊത്തിപ്പിടിച്ചാൽ ഏത് വലിയവനും ശ്വാസം മുട്ടി ആൾ തീരും, പ്രാണൻ പോകുന്നു. അപ്പോൾ ഈ അന്നത്തെ നിയന്ത്രിക്കുന്ന പ്രാണനാണ്, ഈ പ്രാണനെ നിയന്ത്രിക്കുന്ന മനസ്സാണ്. അവിടെ തൊട്ടാണ് കളികൾ തുടങ്ങുന്നത്.
അതിനെ ആ മനസ്സിൻ്റെ തലങ്ങളെ ബുദ്ധിയുടെ തലത്തിന് വിജ്ഞാനമയ കോശം അതിനെന്ത് ചെയ്യണം, ഈ മനസ്സിൻ്റെ ഒരേ നിമിഷം പലതരം, ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ചിന്തകളും പല പല കാര്യങ്ങൾ ഒരേ നിമിഷങ്ങൾ പലതും വരുന്നുണ്ട്. അത് സ്റ്റിൽനെസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നല്ല പണിയാണത്. അതാണ് ഈ ധ്യാനവും ഇതിലേക്കൊക്കെ സമാധിയിലേക്കൊക്കെ പോകുമ്പോൾ മനസ്സില്ലായ്മയാണത് വരുന്നത്. അപ്പോൾ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ വിജ്ഞാനമയ കോശം, അതിൻ്റെ അപ്പുറത്താണ് കാരണ ശരീരം, ആനന്ദമയം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ പഠിപ്പിക്കുന്ന യോഗശാസ്ത്രത്തിൽ പറയുന്നതാണെങ്കിലും ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ ആനന്ദം നൽകുന്നതെന്നാണ്. അത് ആനന്ദം നൽകുന്നതല്ല, കാരണ ശരീരമാണത്. നമ്മൾ എവിടെ നിന്നുണ്ടായി, ഏത് സമയം തൊട്ട് സ്പന്ദിച്ചു. അപ്പോൾ നമ്മൾ തുടങ്ങിയ ശിവശക്തി, അതായത് റേക്കി പഠിപ്പിക്കുന്നത്, റേക്കി എന്ന് പറഞ്ഞാൽ ആദ്യ സ്പന്ദമാണെന്നാണ് പറയണേ. ബോധം, ആ ബോധത്തിലൊരു ബഹുസ്യാം പ്രജായ പലതായി ഭവിക്കട്ടെ എന്നൊരു തോന്നൽ വന്നപ്പോൾ സ്പന്ദം സംഭവിച്ചു തുടങ്ങി. അതിലത്തെ ആദ്യത്തെ സ്പന്ദമാണ് നമ്മൾ റേക്കി എന്ന് പറഞ്ഞെങ്കിൽ ജാപ്പനീസ് ഭാഷ എന്നുള്ളൂ. അത് ജപ്പാൻ ഭാഷയിൽ റേക്കി എന്ന് പറയുന്ന 2 വാക്കുകൾ കൂടി ചേർന്നതാണ് റേക്കി. അപ്പോൾ നമ്മുടെ ശാസ്ത്രത്തിൽ ഇതിനെ ആദ്യാശക്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യാശക്തി. പിന്നെ അതിപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ സയൻസ് പഠിപ്പിക്കുമ്പോൾ അതിന് വ്യത്യാസം വന്ന് പലതരം രൂപങ്ങളും പ്രപഞ്ച സൃഷ്ടി അങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ 3 ഗുണങ്ങളും ഇതിലെല്ലാത്തിലും ഉണ്ടെന്ന് പറയുന്നത്. ഒരു ഏകകോശ ജീവിയിൽ തൊട്ട് ബഹുകോശജീവിയായ നമ്മളിലും ഈ 3 ഗുണങ്ങൾ തന്നെയാണ് ഇരിക്കുന്നത്. ഭാരതീയ ശാസ്ത്രത്തിലുള്ള അല്ലെങ്കിൽ ഭാരതീയമായിട്ടുള്ള ആദ്യശക്തി തന്നെയാണ് ഈ റേക്കി എന്ന് പറയുന്നതിനെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതിന് ജപ്പാൻ വിദ്യയാണ്. നിങ്ങളിപ്പോൾ ഒരു സയൻസ് അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉപയോഗിക്കുന്നില്ലേ? ഒരു ഫ്രിഡ്ജാണെങ്കിലും വാഷിംഗ് മെഷീൻ, ഏറ്റവും പോസ്റ്റ് മോഡേൺ നമ്മുടെ മൊബൈൽ, അത് ഇന്നൊരാളുടെയാണെന്ന് മാത്രം പറഞ്ഞു വയ്ക്കാൻ പറ്റില്ലല്ലോ. പ്രപഞ്ചത്തിന് മുഴുവൻ ഉപയോഗിക്കാൻ പറ്റും. ആ ആദ്യാശക്തിയിൽ നിന്നും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട് ഇതിപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുക. പ്രപഞ്ചം പ്രവർത്തനം നിന്നിട്ടില്ലാണ്. ഇതിൻ്റെ പ്രസവം നടന്നുകൊണ്ടിരിക്കുക. പ്രതിപ്രസവമാണ് നമ്മൾ പറയുന്നത് പ്രളയം എന്ന് പറയുന്ന. അല്ലാണ്ട് മഴ പെയ്യുകയോ നശിച്ചു പോകലോ അങ്ങനെയൊന്നുമല്ല. അതൊരു വേദാന്തിക് കൺസെപ്റ്റ് അതിന് വേണം നമുക്ക് തിരിച്ച്. അപ്പോൾ ഈ ശരീരത്തിൽ 5 കോശങ്ങൾ, നമ്മൾ 5 കോശങ്ങൾ അന്നമയ ശരീരം കഴിഞ്ഞ് പുറത്തേക്ക് ഇത് വ്യാപിച്ച് നിൽക്കുന്നുണ്ട്. ഈ 5 കോശ സമൂഹമുണ്ട്. അതിൽ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് പ്രാണൻ, മനസ്സ്, ബുദ്ധി എന്ന് പറയുന്ന ഈ 3 കോശങ്ങളുടെ കൂട്ടം കൂടിയിട്ടുള്ളതിന് സൂക്ഷ്മ ശരീരം എന്ന് പറയും. മറ്റത് ഇതിൻ്റെ കോശൽ ബോഡിയാണ്, കാരണ ശരീരം. അപ്പോൾ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത് പ്രാണനാണെങ്കിൽ ഈ പ്രാണനും മനസ്സും ബുദ്ധിയും കൂടിയിട്ടുള്ള സൂക്ഷ്മ ശരീരമാണ് അന്നമയ കോശമായിട്ടുള്ള ശരീരത്തെ നിയന്ത്രിക്കുന്നത്. നമ്മളിപ്പോൾ പഠിക്കുന്ന രീതി അനുസരിച്ച് പണ്ട് സിദ്ധത്തിലും ആയുർവേദ ദർശനങ്ങളിലും ഈവൻ ഹോമിയോപ്പതിയിലും എനർജി തലത്തിലാണ് ഹോമിയോപ്പതി ചികിത്സ എന്ന് പറയുന്നത്. ചികിത്സാ വിഭാഗത്തിൽ വരുമ്പോൾ നമ്മൾ ഈ അന്നമയ കോശത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന 9 സിസ്റ്റവും ബാക്കി അതിനുമായി ബന്ധപ്പെട്ടുള്ള സകല സിസ്റ്റങ്ങളും ഓരോന്നും, അതായത് കമ്പാർട്ട്മെൻ്റൽ സ്റ്റഡീസാണ് ഇന്ന് ശാരീരികമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഒരു നിമിഷത്തെ ചിന്ത, ഇപ്പോൾ മോഡേൺ സയൻസ് വീണ്ടും അതിനെ പിന്താകുന്നു. സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്നാണ് എല്ലാ രോഗങ്ങളെയും ഇപ്പോൾ പറയുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് സൈക്ക്, വാട്ട് ഈസ് സോമ? സോമ എന്ന് പറഞ്ഞെങ്കിൽ സെല്ല്, സൈക്ക് എന്ന് പറഞ്ഞാൽ മനസ്സ്. മനസ്സിൽ നിന്നും രോഗമുണ്ടാകുന്നു. ഇതുതന്നെയാണ് മനോജന്യ രോഗങ്ങൾ എന്ന് ആയുർവേദ ദർശനത്തിലും യോഗശാസ്ത്രവും ഇതിന് അത്യാവശ്യം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തെ നിയന്ത്രിക്കുന്നത് പ്രാണനാണല്ലേ, ആ പ്രാണനെ പറ്റി പറയുന്നതാണ് റേക്കി. കാരണം അതിൽ മെഡിസിൻ ഇല്ല, മരുന്നുകളില്ല. പ്രാണനെ കൊണ്ട് തന്നെ പ്രാണനെ ശരിയാക്കുന്ന രീതിയാണ് റേക്കി ചികിത്സയില്ല. അപ്പോൾ റേക്കിയിൽ കാരണത്തിനെയാണ് ചികിത്സിക്കുന്നത്. ഇപ്പം നമുക്ക് ശരീരത്തിൽ വരുമ്പോൾ അത് രോഗമായി. അപ്പോൾ ഈ ശരീരത്തിൽ രോഗമുണ്ടാകുന്നതിന് മുൻപേ ശരീരത്തിൻ്റെ പുറത്തുള്ള ഈ അതിലൊരു 7 ലെയറുണ്ട് അതിനെ പറ്റിയിട്ട്. അല്ല, ഇതിനകത്ത് ഞാനൊരു സംശയിച്ചിട്ട്, കാരണം ചില കമൻറ്റുകളിലൊക്കെ ആളുകൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ റേക്കി പോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 4, 5, 10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും പിന്നീട് അവരുടെ ഗതി വളരെ മോശമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് മരണത്തിലേക്ക് പോകുന്നു, സൂയിസൈഡ് ചെയ്യുന്നു, കടങ്ങേറി മുടിയുന്നു, അങ്ങനെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അത് റേക്കി കൃത്യമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടാണോ അതോ റേക്കിയുടെ ദൂഷ്യവശങ്ങളാണോ? അതൊക്കെ പ്രപഞ്ചത്തിലെല്ലാം ഒരു പ്രവർത്തനമാണ്, അല്ലേ? പ്രവർത്തനങ്ങൾക്കെല്ലാം എന്തുണ്ട്? പ്രതിപ്രവർത്തനങ്ങളുമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ശരീരം എന്ന് പറഞ്ഞാൽ കണ്ടൻസ് ഫോം ഓഫ് എനർജിയാണ്. ഈ ഇങ്ങനെ ഘനീഭവിച്ചിരിക്കുന്ന ഊർജത്തെ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ഔട്ടറിൽ ഒരു 7 ലെയേഴ്സ് ഉണ്ട്.
ആ 7 ലെയറും നമുക്ക് 7 ചക്രങ്ങളുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ അതിന് ചക്രത്തിനെ പറ്റി ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, ഓൾറെഡി ക്ലാസ് പലതും കേട്ടിട്ടുള്ളത്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാസഹസ്രാരം എന്ന് പറയുന്ന 7 ചക്രങ്ങൾ. ഈ ചക്രങ്ങളിലൂടെ ആണ് ഞാൻ പറഞ്ഞു ആധ്യാത്മിക പ്രാണനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പുറത്ത് ഈ ശരീരത്തിൻ്റെ 7 ലെയറിൻ്റെ ഔട്ടർ ലെയർ കാരണ ശരീരം കൂടിയതാണ് എന്ത്, ഒരു മനുഷ്യനൊരു 3-3.5 അടി ശരീരത്തിൽ നിന്നും പുറത്തേക്ക് നിൽക്കുന്ന ഊർജ്ജ ശരീരമാണ് ഓറ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈ ഓറയിലാണ് എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നതും ഇല്ലാതെ ആകുന്നതും. അപ്പോൾ ആ രോഗങ്ങളുമായി ചേർന്നപ്പോൾ ഓരോ ചക്രങ്ങൾക്കും സ്വതസിദ്ധമായ ഓരോ ശീലങ്ങളുണ്ട്. മൂലാധാര ചക്രത്തിന് ആക്രാമിക ശക്തി എന്ന് പറയുന്നത്. കാരണം ശക്തി കുണ്ടലിതമായിട്ട് നമ്മൾ പിള്ളേരുടെ കളിപ്പാട്ടം കണ്ടിട്ടില്ലേ, ഇങ്ങനെ സ്ക്രൂ കൊടുത്ത് അങ്ങനെ എന്നിട്ട് നീങ്ങിപ്പോണ പോലെ, അതുപോലെ ഇതിങ്ങനെ ചുരുട്ടി ഇവിടെ വെച്ചേക്കുക. ആ ശക്തിയുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ പ്രായോഗികമായ എല്ലാം നടക്കുന്നത്, ഭൗതിക ജീവിതത്തിൽ നടക്കുന്നതെല്ലാം. ഇതിൻ്റെ ഒരു ആധ്യാത്മിക തലമാണ് നമ്മൾ ചക്രദർശനവും സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ട് കളേഴ്സും അതിൻ്റെ പ്രവർത്തനമൊക്കെ നമ്മൾ വിവരിക്കുന്നത്. അത് സാധാരണ മനുഷ്യന് കാണാൻ പറ്റില്ല അത് ചക്രങ്ങളുടെ. പക്ഷേ ഈ ചക്രങ്ങൾ പ്രവർത്തിക്കുന്ന കാരണം കൊണ്ട് അവർ പ്രവർത്തിക്കുന്നത് തന്നെ. കാരണം പ്രാണനാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഈ പ്രാണൻ ഇതിന് മുകളിൽ ഈ ഓറയിൽ ഇങ്ങനെ വ്യാപിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ എനർജി. അത് ചക്രങ്ങളിലൂടെ അതിനെ വീണ്ടും നമ്മൾ പറയില്ലേ ഒന്നും കൂടിയും ശക്തി കൊടുത്ത് ശരീരവുമായി ബന്ധപ്പെടുത്തി നിൽക്കുക. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന രീതി അനുസരിച്ച് സൂക്ഷ്മ ശരീരത്തിലെ ചക്രങ്ങളിലൂടെ ഊർജം വന്ന് അത് അവയവങ്ങളിലേക്ക് പകർന്ന് അവയവങ്ങൾ ടിഷ്യൂലേക്ക് വന്ന് സെല്ലിലേക്ക് പോകുന്ന രീതിയാണ് നമ്മൾ പഠിക്കുന്ന രീതി. സെൽ ടു ഓർഗൻ തിയറിയാണ് മോഡേൺ സയൻസിൽ, അല്ലേ? നമ്മൾ ഇപ്പോൾ ഒരു സെല്ല് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനർജി ലെവലിൽ തിരിച്ചാണ് വരുന്നത്. കാരണം നമ്മുടെ ശരീരം ഊർജം, നമ്മളിപ്പോൾ പറയും ഇതെൻ്റെ കൈ എന്ന് പറയും, അല്ലേ? എൻ്റെ കാല്, എൻ്റെ എല്ലാം കണ്ണ്, മൂക്ക്. അപ്പം ഞാനാരാ? എൻ്റേതാണ് ഈ സാധനം. അപ്പോൾ ഇത് ഉപാധിയാണെന്ന് നേരത്തെ പറഞ്ഞു. ഒരു ഉപാധിയിൽ ഊർജ്ജം ഇരിക്കുക. നമുക്കിപ്പോൾ ജീവൻ നമുക്കൊരു ഊർജ്ജം എന്ന് പറയാം. ഈ ഊർജ്ജത്തിൻ്റെ എനർജി, ഈ ഊർജ്ജം ഇതിലിങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചക്രങ്ങൾ ശരിക്കും പ്രവർത്തിച്ചാലാണ്, അത് നട്ടലിനോട് ചേർന്നാണ് ഈ പ്ലെയിൻ ചേർന്ന് നിൽക്കുന്നത്. നമ്മുടെ ഫിസിക്കൽ ബോഡിയുമായിട്ട് സൂക്ഷ്മ ശരീരം ബന്ധപ്പെട്ട് നിൽക്കുന്നത് ചക്രങ്ങളിലൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ ചക്രങ്ങളിൽ റേക്കി ദർശനമനുസരിച്ച് ശരീരത്തിലല്ല രോഗമുണ്ടാകുന്നത്, ഓറയിലാണ്. കാരണം കാര്യകാരണ സംബന്ധവാദം എന്ന് പറയും, കോസ് ആൻഡ് ഇഫക്റ്റ് റൂള്. ഇപ്പോൾ നമ്മൾ പോയി വയറുവേദന എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി അവരെന്ത് ചെയ്യും, ആദ്യം നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും, അത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാൻ പറയും. ഇപ്പോൾ സ്കാനിങ് പണ്ട് കാലത്ത് തൊട്ട് നോക്കിയാൽ 7 രീതികളുണ്ടായിരുന്നു ആയുർവേദ ദർശനത്തിൽ, സ്പർശ രീതികൾ, നോക്കിയിട്ടുള്ള രീതികൾ. ഇപ്പോൾ എന്ത് ചെയ്യും, നേരെ അങ്ങോട്ട് അതിനേക്കാളും വളരെ പ്രിസീസായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ അതിനെന്തെങ്കിലും കുഴപ്പം വന്നാൽ അത് ആ വ്യക്തിയിലും രോഗത്തിലൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പർശം തൊട്ട് അല്ലെങ്കിൽ ഇവരുടെ രോഗങ്ങളെ കൊണ്ട് ഈ ചക്രങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ, ശരീരത്തിൽ വരുന്ന പ്രശ്നത്തിനെ നമ്മൾ നോക്കണ പോലെ ഈ ശരീരത്തിലെ ഈ രോഗം ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു എനർജി ഇതിന് തുല്യമായിട്ട് അല്ലെങ്കിൽ ഇതിന് വിരുദ്ധമായ പ്രവർത്തനം, അവിടെയാണ് റേക്കിയുടെ പഞ്ചശീലം എന്നൊക്കെ പറയുന്ന, ഇന്ന് കോപിക്കില്ല, വ്യാകുലപ്പെടില്ല, സത്യസന്ധത, നിരുപാധിക സ്നേഹം, നന്ദി എന്നൊക്കെ പറയുന്ന നമ്മൾ ഭൗതിക ലോകത്തിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ചില ക്വാളിറ്റീസ്, അത് യോഗത്തിലുണ്ട്. യമനിയമം എന്ന് പറയുന്ന ഭാഗം അതൊന്നും ഇപ്പം മിണ്ടുന്നില്ല. കാരണം